ഹേ ഓൾ വെൽക്കം ടു കരിയർ മേക്കർ. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡൽഹി സുൽത്താനയിലെ മാംലുക് ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ സുൽത്താനായിട്ടുള്ള ബാൽബിനെ കുറിച്ച് നോക്കാം. സോ ഏറ്റവും അവസാന സുൽത്താൻ എന്ന് പറയുമ്പോഴും ഏറ്റവും അവസാനത്തെ പ്രോമിനൻറ്റ് സുൽത്താനാണ്. അതിനുശേഷം രണ്ടു മൂന്ന് പേര് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ പ്രോമിനൻ്റ് ആരാണ്? ഈ പറയുന്ന ബാൽബൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നോക്കാം. ശരി, അപ്പോൾ ബാൽബൻ എന്ന് പറയുമ്പം ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് ഉല്ലു ഖാൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം ഇൽത്തുമിഷ് ഫാമിലി കൂടെ തന്നെ എന്താണ് അത് ആ ഒരു ഫാമിലിയിലെ എന്താണ് ആ റൂൾ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നോബിളൊക്കെ ആയിരുന്നു ഈ പറയുന്ന ബാൽബൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിക്കോ. സോ അനദർ പ്രോമിനന്റ് റൂളർ എക്സ്റ്റാബ്ലിഷ് സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി. ഓക്കെ, നിങ്ങൾക്ക് കണ്ടവിടെ പറയുന്നത് സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, അതായത് ബാൽബൻ ബിലോങ്സ് ടു സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി എന്ന്. സോ എന്തുകൊണ്ട് ഇവിടെ സെക്കൻഡ് ഇൽബാരി എന്ന് പറയുന്നു? അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നോക്കിക്കോ, ഈ പറയുന്ന ബാൽബൻ എന്ന് പറയുന്നത് തുർക്കാനി ചഹൽഗനിയുടെ മെമ്പറാണ്. ഓക്കെ, എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 40 മെമ്പർ നോബൽ ഗ്രൂപ്പ് ആയിട്ടുള്ള തുർക്കാനി ചഹൽഗനിയുടെ മെമ്പറാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ബാൽബൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ തുർക്കാനി ചഹൽഗനിയുടെ മെമ്പറാണ്. ഓക്കെ, സോ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു ഈ പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്തല്ല, ഇവിടുത്തെ അഴിമതി അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ശരിക്കും പറഞ്ഞ ആരാണ്? ഈ പറയുന്ന നോബിൾസ് ആണ്. ഓക്കെ, തുർക്കാനി ചഹൽഗനിയാണ്. കാരണം ഇവരാണ് ഇവിടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നം കാരണം ആരും ഉറച്ചു വിശ്വസിച്ചു? ബാൽബൻ വിശ്വസിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, ബാൽബൻ അതിനകത്തെ മെമ്പറാണ്. ഓക്കെ, ബാൽബൻ എന്താണ്? അതിനകത്തെ മെമ്പറാണ്. അപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പം പുള്ളി നന്നായിട്ട് കണ്ടിട്ടുണ്ട് ഇവർ രാജാക്കന്മാരെ കോൺഫറൻസ് നടത്തുന്നു എല്ലാം ഇവരാണെന്ന് ആർക്കറിയാം? ബാൽബൻ അറിയാം. അതുകൊണ്ട് തന്നെ ബാൽബൻ എന്ത് ചെയ്യുന്നടേ? ബാൽബൻ അധികാരത്തിൽ വന്നോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന തുർക്കാനി ചഹൽഗനെ പൂർണ്ണമായിട്ടും അങ്ങ് ഇല്ലാതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൂ ഡിസ്ട്രോയിഡ് തുർക്കാനി ചഹൽഗനി ഡൽഹി സുൽത്താൻ എന്ന് വെച്ചാൽ അതാരായിരിക്കും? ബാൽബനാണ്. ഓക്കെ, അദ്ദേഹം അതിൻ്റെ മെമ്പറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വന്നതിന് ശേഷം ഈ പറയുന്ന തുർക്കാനി ചഹൽഗനെ അദ്ദേഹം പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇൽത്തുത്മിഷിൻ്റെ ഫാമിലിയെ പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഇൽത്തുത്മിഷിൻ്റെ ഫാമിലി പൂർണ്ണമായിട്ടും അദ്ദേഹം തുടച്ചു നീക്കുന്നുണ്ട്. കാരണം ഇനി എന്താണ് ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് ലൈനിൽ നിന്ന് ഒരാൾ പോലും എന്ത് പാടില്ല, ഇനി ഈ പറയുന്ന കസേരയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഡൽഹി സുൽത്താനെ ചേർന്ന് അവകാശവാദം ഉന്നയിച്ച് വരാൻ പാടില്ല. ആ ലക്ഷ്യത്തോടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പൂർണ്ണമായിട്ടും ആ ഒരു ഫാമിലി ലൈനിനെ അങ്ങ് ഇല്ലാതാക്കുന്നുണ്ട്. ഓക്കെ, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഫുള്ളും വൈപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും തുടങ്ങുന്നതാണ് ഇൽബാരി ഡൈനാസ്റ്റി. ഓക്കെ, സോ ഇദ്ദേഹവും ഇൽബാരി ട്രൈബിൽ പെട്ടതാണ്. ഇൽത്തുത്മിഷും ഇൽബാരി ട്രൈബിൽ പെട്ടതാണ്. പക്ഷേ അദ്ദേഹം എന്ത് വേണ്ട? ഇനി ഇൽത്തുത്മിഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ബേസിസിൽ ഇവിടെ ഒരു ഇൽബാരി വേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റിയോട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി തുടങ്ങുന്നത്. ഇനി ഇദ്ദേഹം തന്നെ അഡോപ്റ്റ് ചെയ്യുന്ന കുറച്ച് ടൈറ്റിൽസ് ഉണ്ട്. ദാറ്റ് ഈസ് സിൽ ഇലാഹി എന്ന് പറയും. എന്താണ് സിൽ ഇ ഇലാഹി എന്ന് പറയും? സിൽ ഇ ഇലാഹി എന്ന് പറയുന്നത് ഗോഡ്സ് ഷാഡോ ഓൺ എർത്ത്. ഓക്കെ, ഇദ്ദേഹം സ്വയം വിളിച്ചിരുന്ന ഒരു ടൈറ്റിലാണ്. എന്തെന്ന് പറയുന്നത്? ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ നിഴലാണ്. ഓക്കെ, ശരിക്കും പറയാൻ എന്താണ്? ജനങ്ങളെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ട് എടുക്കുന്ന ടൈറ്റിലാണ് ഇതെന്ന് പറയുന്നത് സിൽ ഇലാഹി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗോഡ്സ് ഷാഡോ ഓൺ എർത്ത് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താണ്? ഹി ഈസ് എ സ്പിൻ ഓഫ് ഡിവൈൻ ഗ്രേസ്. ദാറ്റ് ഈസ് നിബായത്ത് ഖുദായി എന്ന് പറയും. ഓക്കെ, നിബായത്തി ഖുദായി എന്ന് പറയും. അതായത് ദൈവികമായ അനുഗ്രഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ബാൽബൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ്? ദൈവികമായ അനുഗ്രഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ബാൽബൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ് ഞാനാണ് ഭൂമിയിലെ ദൈവത്തിൻ്റെ നിഴൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും പറയുന്നുണ്ട്? നിബായബ്ദി ഖുദായ് എന്തും പറയുന്നുണ്ട്? ഡിവൈൻ ഗ്രേസും എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ആരും ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്? ബാൽബൻ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി പ്രഖ്യാപിക്കുന്നത്? ജനങ്ങളെ ഒന്ന് ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഓക്കെ, അത് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം സ്വയം വിളിച്ചെന്താണ്? നസീർ അമീർ ഉൽ മൊമീൻ എന്നാണ്. എന്താണ്? നസീർ അമീർ ഉൽ മൊമീൻ എന്നാണ് വിളിച്ചത്. അതായത് ഖലീഫാസ് റൈറ്റ് ഹാൻഡ് മാൻ. ഓക്കെ, സോ ആ ഒരു കാലഘട്ടത്തിലെ എന്താണ് വേൾഡിലുള്ള മുസ്ലിംസിൻ്റെ അനിഷിദ്യ നേതാവാണ് ഖലീഫ എന്ന് പറയുന്നത്. ആ ഖലീഫയുടെ റൈറ്റ് ഹാൻഡ് മാനാണ് ഞാനെന്നും അയാൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ്? ആ ഖലീഫയുടെ റൈറ്റ് ഹാൻഡ് മാനാണ് ഞാനെന്നും ആര് പ്രഖ്യാപിക്കുന്നുണ്ട്? ഈ പറയുന്ന ബാൽബൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം ഫോളോ ചെയ്ത ഒരു പോളിസിയാണ് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറയുന്നത്. എന്താണ്? പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെങ്കിൽ പോലും ഒരു തരി അനുകമ്പ പോലും ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ കേസ് ഇയാൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. ഓക്കെ, ഇപ്പം ഒരു രാജ്യത്ത് പോവുകയാണ്, ആ രാജ്യത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബാൽബൻ പിടിച്ചമർത്തി. ഓക്കെ, ഒരു തരി കരുണയോ അങ്ങനെ സ്നേഹമോ ഒന്നും ആർക്കില്ല, ബാൽബനില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ അത്രയും റൂത്ത്ലെസ് ആയിരുന്നു. ഓക്കെ, വെരി വെരി റൂത്ത്ലെസ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ബാൽബൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കുറച്ച് കോർട്ട് ഡിസിപ്ലിനും അതുപോലെ തന്നെ കസ്റ്റംസ് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജെമിനി ബസ് എന്ന് പറയും. ഓക്കെ, ജെമിനി ബസ് ഞാനങ്ങനെ ബുക്കിൽ കാണുന്നത് ഇതിപ്പോൾ വേറൊരു സോഴ്സിൽ നിന്ന് കണ്ടതാണ്. ജെമിനി ബസ് എന്ന് പറയും. ജെമിനി ബസ് എന്ന് പറയുമ്പം
ഈ സുൽത്താനെ കാണാൻ വരുന്ന സമയത്ത് സുൽത്താൻ്റെ കൈ മുത്തം വയ്ക്കുന്ന ഒരു പരിപാടി, കയ്യിൽ മുത്തം വയ്ക്കുന്ന പരിപാടിയാണ് ജംനീവസ് എന്ന് പറയുന്നത്. ഇനി സിജദ ഉണ്ട്. സിജദ എന്ന് പറയുന്നത് പ്രോസ്ട്രേഷൻ എന്ന് പറയും. ഓക്കെ, പ്രോസ്ട്രേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സുൽത്താനെ കാണുന്ന സമയത്ത് തറയിൽ കമഴ്ന്ന് കടന്നിട്ട് പ്രണമിക്കുക, അതാണ് പ്രോസ്ട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഈ സാഷ്ടാംഗം പ്രണമിക്കരുത്, ആ ഒരു പരിപാടിയാണ് പ്രോസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പൈബോസ് ഉണ്ട്. പൈബോസ് എന്ന് പറയുന്നത് കിസിങ് ഇൻ ദ സുൽത്താൻ ഫീറ്റ്, സുൽത്താൻ്റെ എന്താണ് കാലിൽ മുത്തം കൊടുക്കുന്ന അല്ലെങ്കിൽ ഫീറ്റിൽ മുത്തം കൊടുക്കുന്നതാണ് ഈ പറയുന്ന പൈബോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ എക്സാമിന് ഈ പറയുന്ന സിജദയും പൈബോസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിജദ ആൻഡ് പൈബോസ് കൊണ്ടുവരുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അതും ഈ പറയുന്ന ബാൾബനാണ്. ഓക്കെ, ഇനി ഭയങ്കര കുറച്ച് റേസിസ്റ്റ് ആയിരുന്നു, എക്സ്ക്ലൂഡഡ് നോൺ ടർക്സ്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞതിൽ പഠിച്ച നമ്മുടെ റസിയ സുൽത്താൻ്റെ കാലഘട്ടത്തിൽ നോൺ ടർക്കിഷ് ഉള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം കുറച്ച് റേസിസ്റ്റ് ആണ്. ഇദ്ദേഹം ടർക്കിഷരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അഡ്മിനിസ്ട്രേഷനിൽ വയ്ക്കാറുള്ളൂ. ഓക്കെ, ടർക്കിഷും ഇസ്ലാമിക്കുള്ള ആൾക്കാരെ മാത്രമേ ഇയാൾ എന്ത് ചെയ്യുന്നുള്ളൂ? അഡ്മിനിസ്ട്രേഷനിൽ വയ്ക്കുന്നുള്ളൂ. ഓക്കെ, സോ പിന്നെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിന്റഡ് സ്പൈസ് നോൺ ആസ് ബരീദ്. ഓക്കെ, സോ ബരീദ് എന്ന് പറയുന്ന സ്പൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. കാരണം നോബിൾസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നോബിൾസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ അപ്പോയിന്റ് ചെയ്യുന്ന സ്പൈനെ വിളിക്കുന്ന പേരാണ് ബരീദ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബരീദ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഹി ഓർഗനൈസ് സ്ട്രോങ് സെൻട്രലൈസ്ഡ് ആർമി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ട്രോങ് സെൻട്രലൈസ്ഡ് ആർമി ഉണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും പഠിക്കേണ്ടത് ഹി സെപ്പറേറ്റഡ് ദിവാൻ ഇ അൻസ്രത്ത് ഫ്രം ദിവാനി അർസ്. ഓക്കെ, ഇത് രണ്ടും എന്താണെന്ന് പഠിക്കണം. ദിവാനി അൻസരത്ത് എന്ന് പറയുന്നത് എന്താണ്? ദിവാനിയർസ്. പണ്ട് കാലത്ത് ഈ പറയുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റും ഒന്നായിരുന്നു. അത് രണ്ടും കൂടെ ഒരാളുടെ കീഴിലായിരുന്നു. അപ്പോൾ ബാൾബിൻ്റെ കാലം ബാൾബൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ദിവാനി അൻസരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്താണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഓർമ്മിച്ച് വെച്ചോളണം. അതുപോലെ തന്നെ ഈ ദിവാനി അർസ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എന്താണ്? മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാലും ബാൾബരാണ്. ഓക്കെ, അപ്പം ചിലപ്പം എക്സാമിന് ചോദിക്കുമ്പം ഈ ദിവാനി അർസ് എന്നൊക്കെ തന്നിട്ട് ഓപ്ഷനിൽ എന്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് കാണും, മാച്ച് ദ ഫോളോയിങ് കാണും. അപ്പോൾ നോക്കിക്കോളണം. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ദിവാനി അൻസരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, അതുപോലെ ദിവാനി അർസ് എന്ന് വെച്ചാൽ അത് മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, ഇനി ബാൾബൻ പെയ്ഡ് മോർ അറ്റൻഷൻ ടു ദ റിസ്റ്റോറേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ. ഓക്കെ, സോ ഇദ്ദേഹം വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഗവർണർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഗവർണർ ഇനിയൊന്നും ബട്ടിൻദാ സ്ഥലത്തെ ഗവർണറാണ്. ഓക്കെ, ആ ബട്ടിൻദാ സ്ഥലത്തെ ഗവർണർ ആ ഗവർണറിൻ്റെ അനുയായി ഏറ്റവും അടുത്ത നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ജീവനക്കാരനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. ഓക്കെ, സോ ഇതറിഞ്ഞ ബാൾബൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാരണമില്ലാതെ ആ ഗവർണർ മർദ്ദിക്കുന്നത്. ഓക്കെ, ഇതറിഞ്ഞ ബാൾബൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഗവർണറെ തടവിൽ പിടിക്കുകയും അദ്ദേഹത്തിന് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പരസ്യമായിട്ട് വിചാരണ ചെയ്ത് കെട്ടി തൂക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹം വളരെയധികം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ് ഈ ബാൾബൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയാൾ ഫോളോ ചെയ്ത പോളിസി എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് പോളിസിയാണ്. ഓക്കെ, അപ്പം ഒരു കാരണവശാൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൽഹി സുൽത്താൻ്റെ ഏറ്റവും പവർഫുൾ ആൻഡ് റൂത്ത്ലെസ് റൂളർ ആരെന്ന് ചോദിച്ചാൽ അതാരായിരിക്കും? ബാൾബനായിരിക്കും. ഓക്കെ, ഏറ്റവും പവർഫുൾ ആൻഡ് റൂത്ത്ലെസ് ആരെന്ന് വെച്ചാൽ അത് ബാൾബനാണ്. ഏറ്റവും പവർഫുൾ ആൻഡ് റൂത്ത്ലെസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഉല്ലു ഖാൻ എന്നൊക്കെ പറയും. ഉല്ലു ഖാൻ എന്ന് പറയും. ദ സ്ട്രോങ് ലാഡ് എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് കൈക്കൂബാദാണ്. സോ കൈക്കൂബാദ് എന്ന് പറയുന്നത് ബാൾബൻ്റെ ഗ്രാൻഡ് സൺ ആണ്. ഓക്കെ, ബാൾബൻ്റെ ഗ്രാൻഡ് സൺ ആണ് കൈക്കൂബാദ് എന്ന് പറയുന്നത്. സോ ബാൾബൻ്റെ മരണശേഷം നോബിൾസ് ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? കൈക്കൂബാദിനെ ഈ പറയുന്ന കസേരയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, പക്ഷേ കൈക്കൂബാദ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് കൈമൂർ വരുന്നുണ്ട്. കൈമൂർ. ഓക്കെ, ലാസ്റ്റ് കൈമൂറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിറോസ് എന്ന് പറയുന്ന അരിസി മുമാലിക് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് വാർ ആണ്. ഓക്കെ, എന്താണ്? മിനിസ്റ്റർ ഓഫ് വാർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ദിവാനി അർസ് എന്ന് പറഞ്ഞില്ലേ? ആ ദിവാനി അറസിൻ്റെ ഹെഡിൻ്റെ പേരാണ്, ഹെഡിൻ്റെ ടൈറ്റിലാണ് അരിസി മുമാലിക് എന്ന് പറയും. ദാറ്റ് ഈസ് മിനിസ്റ്റർ ഓഫ് വാർ എന്ന് പറയും. ആ മിനിസ്റ്റർ ഓഫ് വാർ ആയിട്ടുള്ള ഫിറോസ് എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ ഈ പറയുന്ന കൈമൂർ എന്ന് പറയുന്ന അവസാനത്തെ സ്ലേവ് ഡൈനാസ്റ്റി റൂളർ, ഓക്കെ, അവസാനത്തെ സ്ലേവ് ഡൈനാസ്റ്റി റൂളറിനെ മർഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് അയാൾ ചെയ്യുന്ന പേരാണ് ജലാലുദ്ദീൻ ഖൽജി. നമുക്ക് പിന്നീട് അടുത്തൊരു സെക്ഷനിൽ നോക്കാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോമൺലി എക്സാമിന് ആരാണ് ഡൽഹി സുൽത്താൻ്റെ ലാസ്റ്റ് റൂളർ എന്ന് വെച്ചാൽ പറയുന്ന ഉത്തരം എന്തായിരിക്കും? കൈക്കൂബാദ് എന്ന. ഓക്കെ, കൈക്കൂബാദിൻ്റെ പേരാണ് പറയുന്നത്. കാരണം അദ്ദേഹമാണ് ആ ചെയറിൽ അവസാനമായിട്ടിരുന്നത്. കാരണം ഈ പറയുന്ന കൈമൂർ എന്ന് പറയുന്ന ഒരു മൈനറാണ്. ഓക്കെ, മൈനറാണ്, വളരെ കുഞ്ഞ. അതുകൊണ്ട് എന്ത് പറയുന്നത്? കൈക്കൂബാദാണ് എന്ത് പറയുന്നത്? ലാസ്റ്റ് റൂളറായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
കൈക്കോബാദിനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്താക്കിയിട്ട് നോബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ കുഞ്ഞാണ്, വളരെ മൈനറാണ് പുള്ളിക്കാരൻ. ഓക്കെ, അപ്പോൾ ഈ കൈമൂറിനെ പിന്നീട് വകവരുത്തിയിട്ടാണ് ആര് ചെയ്യുന്നത്, ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന അരിസി മുമാലിക് അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് വാർ എന്ത് ചെയ്യുന്നത്, അധികാരം പിടിച്ചെടുത്ത് അവിടെ എന്ത് തുടങ്ങുന്നത്, പുതിയൊരു ഡിനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ടും ഡൽഹി സുൽത്താനയിലെ ആദ്യത്തെ ഡിനാസ്റ്റി അല്ല സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാംലുക് ഡൈനാസ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുതുബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് നോക്കി, പിന്നെ ഇൽത്തുത്മിഷിനെ മിഷനെ കുറിച്ച് നോക്കി, റസിയയെ കുറിച്ച് നോക്കി, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ബാൽബിനെ കുറിച്ചും പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഡൽഹി സുൽത്താൻ്റെ ഫസ്റ്റ് ഡിനാസ്റ്റിയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലത്തെ മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.